സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ JR പത്മകുമാർ, കശ്മീരിൻ്റെ കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ടാകുമോ? ഇതാണ് കാതലായ ചോദ്യം. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നുവെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പുലർത്തുന്ന സംയമനവും നയതന്ത്രപരമായ ഔചിത്യവും, രാജ്യത്തിനകത്ത് ഒരു മേഖല ഇത്രയും പ്രക്ഷുബ്ധമാണെങ്കിൽ അതിനേക്കാൾ ഔചിത്യത്തോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അവിടെ പറയുന്നത് ഈ ആളുകൾ മുഴുവൻ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഭീകരന്മാരാണ്, അവരുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല. ഇങ്ങനെ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഔപചാരികതയിലേക്കും പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നല്ലേ, കശ്മീരിൽ നിന്നല്ലേ പ്രശ്നപരിഹാരത്തിൻ്റെ സമീപനം ആരംഭിക്കേണ്ടത്? അല്ല, കാശ്മീർ പ്രശ്നപരിഹാരത്തിന് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റിയെ തന്നെ വച്ചിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി എല്ലാവരുമായി ചർച്ച ചെയ്തതല്ലേ? എന്തായി അവിടെ ഇപ്പോൾ ഇവരല്ലേ സുരേഷ് കുമാർ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കാതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവിടെ ഈ പാകിസ്ഥാൻ്റെ കാശ് വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കണക്ക് പറയുന്നത് 24 കോടി രൂപയാണ് ഈ സമരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്ര തീവ്രവാദം നടത്തുന്ന ഒരു ഭീകരവാദി ഒരു ഏറ്റുമുട്ടലിൽ മരിച്ചു. കെ.വി. തോമസ് പറഞ്ഞിട്ടുണ്ടോ പാർട്ടിയുടെ ഇരട്ടത്താപ്പ്? അപ്പം തന്നെ വളരെ വ്യക്തമല്ലേ? അദ്ദേഹം പറഞ്ഞത് അവരുടെ നേതാവിനെ വെടിവെച്ച് കൊന്നതാണ് അബദ്ധമായി പോയതെന്ന്. ആ അബദ്ധം ഒരു അബദ്ധമാണെങ്കിൽ അത് അബദ്ധമല്ല, അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വന്തം പിതാവ് പോലും അദ്ദേഹം തീവ്രവാദിയാണെന്ന് തള്ളി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം വഴങ്ങിയില്ല. എൻ്റെ 2 മക്കളെ ഇനി ഞാൻ അതിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ ആ ആളിനെ മഹാനായ നേതാവ് നേരത്തെ ചിദംബരവും പറഞ്ഞിട്ടുണ്ട്, കാശ്മീർ ഇന്ത്യയോട് ചേർത്ത സമയത്ത് ഉണ്ടാക്കിയുള്ള വാഗ്ദാനം പാലിക്കണം എന്നാണ്. ഇതാണോ പ്രതിപക്ഷ പാർട്ടിയുടെ നിലപാട്? അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഈ സംഘർഷം വളർത്താൻ വളം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സർവകക്ഷി യോഗത്തിനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത് എന്താ? അതിന് സമയമായില്ല. പിന്നെ സമ്മർദ്ദം വന്നു, സർവകക്ഷി പോയി, 2 നേതാക്കന്മാർ പോയി ഈ തീവ്രവാദികളുടെ വാതിൽക്കൽ ചെന്ന് മുട്ടിയിട്ട് എന്താ അവസ്ഥ ഉണ്ടായത്? തീവ്രവാദികളുമായി ഒരു കാലഘട്ടത്തിലും ചർച്ച നടത്തിയാൽ അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കാശ്മീർ വിട്ടുകൊടുക്കണം. ഇതാണ് ഒരു പരിഹാരം. നമ്മുടെ പാർലമെന്റിന്റെ റെസൊല്യൂഷൻ തന്നെ ഉണ്ടല്ലോ, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് NDA ഗവൺമെന്റിന്റെ നിലപാട്. തീവ്രവാദികൾ എന്നുള്ള നിലയിൽ തന്നെ നേരിടണം. ഇന്ത്യക്കാർ എന്നുള്ള നിലയിലല്ലല്ലോ അവർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ, ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പട്ടാളക്കാരെ നിരന്തരം വേട്ടയാടി. നമ്മളെപ്പോഴും ഈ പെല്ലറ്റിന് കൊള്ളുന്ന ആളുകളെ കുറിച്ച് മാത്രമേ, അവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കുടുംബത്തെ മറന്നുകൊണ്ട് വീടും നാടും ഉപേക്ഷിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഉറങ്ങാനും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്ന ദേശസ്നേഹികളായ ഈ പട്ടാളക്കാരെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. ഇവർക്ക് വേട്ടയാടുമ്പോൾ ഇവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് രാജ്യദ്രോഹപരമായ നിലപാടായി മാറും. അതുകൊണ്ട് ഈ തീവ്രവാദികൾക്കെതിരായി ശക്തമായ നിലപാട് എടുക്കുക തന്നെ വേണം. അങ്ങനെ നിലപാടെടുക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ സിവിലിയൻ ഗവൺമെന്റുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എല്ലാ കാലത്തും ഇത്തരത്തിൽ ഇതിനെ അട്ടിമറിക്കുന്നതിനും ഈ ഇന്ത്യ പാകിസ്ഥാൻ സമാധാന ചർച്ച പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികൾ ഇന്ത്യക്കകത്തും ചെയ്തിട്ടുണ്ട്, പുറത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട്, ആ രീതിയിൽ തന്നെ വിലയിരുത്തിക്കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം. ആ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെ, നമ്മുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ നമ്മുടെ രാജ്യത്തിന്റെ അഭിപ്രായങ്ങൾ അവരെ അറിയിക്കുന്നതിനും അവരെ വിശ്വാസത്തിലെടുക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കും. പത്മകുമാറിൻ്റെ സമീപനമാണ് BJPയുടെ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് സമീപനമെങ്കിൽ നമുക്കൊരു സന്ദർഭത്തിലും കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സമാധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇപ്പോൾ നടന്നതുപോലെയുള്ള പാകിസ്ഥാൻ്റെ ആർമി സ്പോൺസേഡ് അക്രമങ്ങളെ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും പിടിച്ചു നിർത്താൻ കഴിയും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം? നമുക്ക് കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതേ സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ആർമി സ്പോൺസർ ചെയ്ത് വരുന്ന അക്രമങ്ങളെ തടുക്കാൻ കഴിയുന്നില്ല. അന്തർദേശീയ തലത്തിൽ നമുക്ക് പിന്തുണയില്ല. പിന്നെ എന്തൊരു ഗവൺമെൻറ്റാണ്?
ഞങ്ങളൊക്കെ വളരെ പൂർണ്ണമായ പിന്തുണ ഈ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടി യോജിപ്പുള്ളതുകൊണ്ടല്ല. പക്ഷേ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കപ്പെടരുത്. ഇപ്പോഴും BJP അഹങ്കാരത്തോടെ പറയുന്നത് അവിടെ ആരാ അടിച്ചമർത്തുന്നത്? കഴിയുമോ? അതുപോലെ അവിടെ പെല്ലറ്റ്സ് ഉപയോഗിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല, ഇത് അവിടുത്തെ ജനങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുക. അപ്പോൾ ഒന്നുകിൽ അവിടെ അടിച്ചമർത്താൻ കഴിയുന്നൊരു ഗവൺമെൻറ് അവിടെ ഉണ്ടെങ്കിൽ പാകിസ്ഥാനെ അതുപോലെ നേരിടാൻ ഇവർക്ക് കഴിയുമോ? ഒരു കാര്യം ചെയ്യും, പാകിസ്ഥാനെ നേരിടാൻ വേണ്ടി നമ്മുടെ ആർമിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ ദേശീയ തലത്തിൽ അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല, സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അന്തർദേശീയ തലത്തിൽ പിന്തുണയുമില്ല. എല്ലാ ദിവസവും വിദേശത്ത് പോകുന്ന പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പോലും പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എന്താ പരാജയം? ശരി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. 3 മിനിറ്റ്. അവസാനമായി ശ്രീ MK ഭദ്രകുമാറിനോട് 2 ചോദ്യങ്ങൾ സർ. ഒന്ന്, ഇവിടെ ഇതേ കശ്മീരി വിഘടനവാദികളുമായി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട്. റൗണ്ട് ടേബിൾ ചർച്ച പോലും നടന്നിട്ടുണ്ട് കശ്മീരിൽ. അനൗപചാരികമായി ഏതൊക്കെ തലത്തിലേക്ക്, വിശ്വസനീയമായ അല്ലാത്ത തലത്തിലേക്ക് വരെ അത് പോയിട്ടുണ്ട്. എന്തിന് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇത്രയൊക്കെ കശ്മീരിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും മുഷറഫിൻ്റെ കാലത്ത് ഈ അതിർത്തികളെ അപ്രസക്തമാക്കുക എന്ന നിലയിലുള്ള ഒരു ഫോർമുല വന്നപ്പോൾ അതിനോട് പോലും ഉദാരമായ സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയുണ്ടായി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്? 1. 2, അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഉന്നയിച്ച് മേൽക്കൈ നേടും പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ടല്ലോ സാർ. ഈ UN പ്രമേയത്തിൻ്റെ ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ കശ്മീരിനെ അധീനപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് അവർ പിന്മാറുക എന്നതാണല്ലോ. അതവർ ചെയ്യില്ല എന്നതുകൊണ്ട് അവരിത് പറയുക മാത്രമേ ചെയ്യൂ, അത് ശക്തമായി ഉന്നയിക്കില്ല എന്നൊരു എതിർവാദവുമുണ്ട്. രണ്ടിനുമുള്ള മറുപടി. രണ്ടാമത്തെ ആദ്യം ഞാൻ പറയാം. ഇതിൽ പാകിസ്ഥാൻ്റെ ഒരു കള്ളക്കളി ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് വെച്ചിരുന്നാൽ അവർക്കും നല്ലവണ്ണം അറിയാൻ, ഞാൻ നേരത്തെ പോലെ ഒരു പ്ലെബിസിറ്റ് നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നില്ല എന്നുള്ളത് അതും അവർക്ക് നല്ലവണ്ണം അറിയാം. അതും ഓക്യുപ്പൈഡ് കാശ്മീരാണ്, നമ്മുടേതും ഓക്യുപ്പൈഡ് കാശ്മീരാണ്. അല്ലെ, പണ്ടൊരിക്കൽ ഒരു ചർച്ചയിൽ ഇവിടെ ഈ ചാനലിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, അവരുടെ സമീപനവും നമ്മുടെ സമീപനവും തമ്മിൽ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ സാദൃശ്യമുണ്ട്. അതാണ് ഒരു ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഈ പ്ലെബിസെറ്റിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ പ്രൊപ്പഗാൻഡിസ്റ്റിക് അല്ലാതെ അവർക്കും അതിൽ താല്പര്യമില്ല. അപ്പോൾ അതങ്ങ് മാറ്റി നിർത്താം നമുക്ക്. മറ്റേ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സമയത്തുള്ള UPA ഇതിലെ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ തിരിഞ്ഞു നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ നല്ല ഒരു സമീപനം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലല്ല, ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പാകിസ്ഥാനെക്കുറിച്ച്. പ്രജുഡിസമൊന്നുമില്ലാതെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് വേണു പറഞ്ഞതുപോലെ 2003 ആ സീസ് ഫയർ കഴിഞ്ഞതിന് ശേഷം വളരെ കാര്യമായിട്ട് ചർച്ചകൾ നടന്നതാണ്, ഏതാണ്ട് 2008, 2009 വരെ. അപ്പം 2 കാര്യങ്ങളാണ് കുഴപ്പമുണ്ടായത്. ഒന്ന്, എൻ്റെ അഭിപ്രായത്തിൽ BJP വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തു. വളരെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തും മൻമോഹൻ സിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഖണ്ഡിക്കുക എന്നുള്ളൊരു സമീപനം അവരെടുത്തു. അത് കുറച്ചുകൂടെ മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ അന്ന് ആ ഷർമൻ ഷെയ്ഖിൻ്റെ കാര്യമെല്ലാം പറഞ്ഞില്ലേ, അത് വെറും റെറ്റോറിക്സ് ആയിരുന്നു. ആരും ഒന്നും മൻമോഹൻ സിംഗ് 1 ഇഞ്ച് പോലും ഇന്ത്യയുടെ താല്പര്യങ്ങളെ വിറ്റ് പെരുമാറിയിട്ടില്ല. ഒന്നും അദ്ദേഹം കൺസീഡ് ചെയ്തില്ല. ഇവരെക്കാട്ടി കൂടുതൽ ഹാർഡായിട്ടുള്ള ഒരു നിലപാടായിരുന്നു പാകിസ്ഥാൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എടുത്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനം വേറൊരു രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു. അപ്പോൾ കാശ്മീരിനെ കുറിച്ച് ബാക്ക് ചാനലിൽ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ വക്കിലെത്തി. ഇവിടുത്തെ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര എതിർപ്പുണ്ടായി. രണ്ടാമത്തെ UPA ഗവൺമെൻറ് വന്ന സമയത്ത് സ്കാംസും പാർലമെൻറ്റില്ല, ആൻ്റണി പാകിസ്ഥാൻ ഏജൻ്റ് എന്ന് പോലും പറഞ്ഞില്ലേ AK ആൻ്റണി. അത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു നെഗറ്റീവ്, കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു BJPയുടെ. രണ്ടാമത് പാകിസ്ഥാനും രാഷ്ട്രീയമായിട്ട് വലിയ അനിശ്ചിതാവസ്ഥയിലോട്ട് കടന്നുപോയി. അവിടുത്തെ ആ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കാരണം ഈ കാശ്മീരിൻ്റെ ഈ ചർച്ചകൾ തുടരാൻ പറ്റിയില്ല. മൂന്നാമത്തെ ഒരു UPA ഗവൺമെൻറ് വന്നിരുന്നു എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിന് മൻമോഹൻ സിംഗ് ഒരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.